നേരിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പ്ലോട്ട്. ഈ സിനിമയുടെ ട്രെയിലറിലും അതുപോലെ തന്നെ പല ഇന്റർവ്യൂകളിലും ജീത്തു ജോസഫ് സംസാരിച്ചാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട്. ഒരു ക്രൈം നടക്കുന്നു, അതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ ജസ്റ്റ് പോലീസ് പിടിക്കുന്നു. അയാളാണോ ആ കുറ്റം ചെയ്തത്, അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണ് കോടതി ശിക്ഷിക്കുക, അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക തെളിവുകൾ സമർപ്പിച്ച് ഈ കോടതിയിൽ നടക്കുന്ന സംഭവങ്ങൾ ആണ് ഈ സിനിമയുടെ മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ട്രെയിലറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കേസിലേക്ക് കോർട്ടിൽ കുറേ നാൾ കൂടി എത്തുന്ന ഒരു വിജയമോഹൻ എന്നൊരു ക്യാരക്ടറായിട്ട് എന്താ പറയുക ഒരു ലോയർ ആയിട്ടാണ് മോഹൻലാൽ എത്തുന്നത്. അദ്ദേഹം തന്നെ പല സമയത്തും പറയുന്നുണ്ട്, ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ് ട്രയൽ, അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ ഈ ഒരു കേസ് വാദിക്കാനായിട്ട് പറ്റിയ ആളല്ല, ഞാനിത് ചെയ്താൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാളായിട്ടാണ് മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് അനശ്വര രാജിൻ്റെയും സിദ്ദിഖിൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾ. എങ്ങനെയാണ് ഈ ഒരു കേസ് കോടതിയിൽ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനകത്തെ വാദമുഖങ്ങൾ വരുന്നത്, കോർട്ടിൽ വരുമ്പോൾ ഒരു കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഒരു കോടതി വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ മലയാളത്തിൽ വരാത്ത രീതിയിലുള്ള ഇതുവരെ മലയാളത്തിൽ വരാത്തതെന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ തന്നെയും ഈ സിനിമയുടെ പ്ലോട്ടിനെ മറ്റ് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രധാന ഘടകമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറൈസേഷൻ. മോഹൻലാലിന്റെ വിജയമോഹൻ എന്നുള്ള കഥാപാത്രം, അനശ്വര രാജിന്റെ സാറ എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ തന്നെ സിദ്ദിഖിന്റെ ജഗദീഷിന്റെ മറ്റ് കഥാപാത്രങ്ങൾ. ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഇവർ ചെയ്താലേ ശരിയാകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റാണ് ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും പെർഫെക്റ്റ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാസ്റ്റാണ് നേരിനുള്ളത്. മോഹൻലാലിന്റെ കഥാപാത്രമാണെങ്കിലും അനശ്വര രാജന്റെ കഥാപാത്രമാണെങ്കിലും അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ആരുമില്ല, ഇവർ തന്നെ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കാസ്റ്റ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ കഥാപാത്രവൽക്കരണത്തെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റിന് ഒരു എന്താ പറയുക വലിയൊരു പങ്കുണ്ട്. ജീത്തു ജോസഫും ശാന്തി മായാദേവി എന്ന് പറഞ്ഞ് നമുക്ക് ദൃശ്യത്തിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ലോയറും ചേർന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോടതി രംഗങ്ങളൊക്കെ അവർ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ് കേസ്, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ് ട്രയൽ എന്ന് പറയുന്ന വളരെ ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് അപകർഷതാബോധമുള്ള ഒരു കഥാപാത്രം ആയിട്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം. സിനിമയിലുടനീളം ആ ഒരു എന്താ പറയുക ആ ഒരു മീറ്റർ കീപ്പ് ചെയ്തുകൊണ്ട് അയാൾ അങ്ങനെയാണോ തുടക്കത്തിൽ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അയാൾ സിനിമയുടെ ക്ലൈമാക്സിലും അയാൾ അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു വിജയമോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഓവർ പെർഫോമൻസിന്റെ ഒരു ആധിക്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വായിച്ചു, എന്തുകൊണ്ടാണ് മറ്റേ നരസിംഹത്തിലെ നമ്മുടെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ പോലെ, അല്ലെങ്കിൽ നരസിംഹത്തിലെ അഡ്വക്കേറ്റിനെ പോലെ ഷാൽ ഐ റിമൈൻഡ് യു സംതിങ് എന്നൊന്ന് ചോദിച്ച് ഈ ഒരു വക്കീല് കത്തിക്കയറാത്തത് എന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂ വായിച്ചു. എന്താ പറയുക, അവരോടൊക്കെ എന്ത് പറയാനായിട്ടാണ്. ആ കഥാപാത്രം അങ്ങനെയാണ്, ഈ കഥാപാത്രം ഇങ്ങനെയാണ്, അത്രേ പറയാനുള്ളൂ. എനിവേ മറ്റ് കഥാപാത്രങ്ങൾ, അനശ്വര രാജന്റെ കഥാപാത്രം പലതും പറഞ്ഞ സ്പോയിലറായി പോകും എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. നെക്സ്റ്റ് സിദ്ദിഖിന്റെ കഥാപാത്രം, അദ്ദേഹവും ഒരു അഡ്വക്കേറ്റ് ആണ്, വളരെ കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറൈസേഷൻ വളരെ മനോഹരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ മീറ്ററിനുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ മാനരസ്യങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആ ക്യാരക്ടേഴ്സിന്റെ ചില മൈന്യൂട്ടായിട്ടുള്ള ചില ഡീറ്റെയിലിംഗ് പോലും ഉണ്ട്. പ്രത്യേകിച്ച് അനശ്വരയുടെ കഥാപാത്രമൊക്കെ ചില നോട്ടങ്ങൾ, ചില തല തിരിച്ചുള്ള ചില അങ്ങനെയുള്ള ചില എക്സ്പ്രഷൻസ്, ചില നോട്ടങ്ങളൊക്കെ ഓരോന്നും എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊക്കെ വളരെ കിടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയാണ് ആ ഒരു കഥാപാത്രത്തിനുള്ള മാനറിസങ്ങൾ, കഥാപാത്രത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അത് വളരെ കിടിലിനായിട്ട് സംഭവം ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. വിഷ്വൽസ് ആൻഡ് സൗണ്ട് ട്രാക്ക്. സൗണ്ട് ട്രാക്കിനെ കുറിച്ച് ആദ്യം പറയാമേ. നമുക്ക് ഈ ദൃശ്യത്തിലും ദൃശ്യം 1ലും 2ലും ഉള്ള ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട്. പലപ്പോഴും നമ്മുടെ മൂഡ് അങ്ങ് എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ള സൗണ്ട് ട്രാക്ക്. ആ ഒരു സംഭവങ്ങൾ എനിക്ക് ചിലയിടങ്ങളിൽ ഫീൽ ചെയ്തു. അത് നെഗറ്റീവാണെന്നല്ല പറഞ്ഞത്, അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കിനുള്ള ഒരു ഇമ്പോർട്ടൻസ്, സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പം ഒരു പാട്ടുണ്ട്, ഒരു സോങ് ഉണ്ട്. അത് അവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ക്ലൈമാക്സിനെ അങ്ങ് എലിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്. സിനിമാറ്റോഗ്രഫി നോക്കുകയാണെങ്കിൽ സതീഷ് കുറുപ്പാണ് ദൃശ്യത്തിലൊക്കെ ഉണ്ടായിരുന്ന അതേ സിനിമാറ്റോഗ്രാഫർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലിമിറ്റഡ് സ്പേസിൽ നടക്കുന്ന കഥയാണല്ലോ, ഒരു കോർട്ട് റൂം, ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറയുക ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പാൻ സീനുകൾ, അതുപോലെ തന്നെ ട്രാൻസിഷനുകൾ ഒന്നും വരേണ്ട ആവശ്യമില്ല. വളരെ നേർരേഖയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്.
അത് മാത്രമല്ല ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടത് ഒരു ഇമോഷണൽ കോഡ് റൂം ഡ്രാമ എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മുഖത്തുണ്ടാകുന്ന ഇമോഷണൽ ഫീലിങ്സ് ഒപ്പിയെടുക്കുക. അതുപോലെ തന്നെ ഒരു ലിമിറ്റഡ് സ്പേസ് ആണല്ലോ, കൂടുതൽ ക്യാമറ മൂവ്മെന്റ്സിന് അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക കൂടുതൽ മൂവ്മെന്റ്സിന് ഒന്നും സ്പേസ് ഇല്ലാത്ത ഒരു ഏരിയയാണ് ഒരു കോടതിക്കുള്ളിൽ നടക്കുന്ന ഒരു കഥ എന്ന് പറയുമ്പോൾ തന്നെ. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സതീഷ് പ്രഭു വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക ക്രെയിൻ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ഒരുപാട് പാനിങ് ഷൂട്ടുകളോ ഒന്നും ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള സീനുകളോ ഒന്നും ഒരുപാടൊന്നും ഇല്ല. പക്ഷെ ഉള്ളത് നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമ കഥ കൈകാര്യം ചെയ്ത വിഷയം ആക്ച്വലി ഈ കാലഘട്ടത്തിൽ അത് പറയേണ്ട വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കാലിക പ്രസക്തിയുള്ള വിഷയം തന്നെയാണ് നേരെ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് പല സീനുകളും കാണുമ്പോൾ എന്താ പറയുക ഇപ്പം അടുത്ത് നടന്ന പല സംഭവങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത് നടന്ന പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരും. അതൊക്കെ തന്നെയാണ് നേരിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമുക്ക് അറിയാതെ നമ്മൾ കൈയടിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അറിയാതെ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരുപാട് സീൻസ്, പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു എപ്പിസോഡുണ്ട്, ഒരു കോട്ടയിൽ നടക്കുന്ന ഒരു എപ്പിസോഡുണ്ട്. മോഹൻലാലിന്റെ ഡയലോഗും ഒക്കെ വരുന്ന ഭാഗമാണ്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ കൈയടിച്ച് പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക നമുക്കങ്ങ് ഇതൊക്കെ ഇപ്പോൾ തന്നെ പറയണം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചില ഭാഗങ്ങളുണ്ട്. അതൊക്കെ എന്താ പറയുക വളരെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് തന്നെ അതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് നേരിന്റെ വിജയവും. അടുത്തൊരു ഭാഗം ഡയറക്ടോറിയൽ സ്റ്റൈലും ഇതിന്റെ ഒരു എന്താ പറയുക ഇമ്പാക്ട്സ്, ആ ഒരു ഡയറക്ടോറിയൽ സ്റ്റൈല് പ്രേക്ഷകരിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റുമാണ്. ദൃശ്യം 1ഉം 2ഉം ഡയറക്റ്റ് ചെയ്ത പോലെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്. ഇത് കുറച്ചുകൂടെ പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു സിനിമയാണ്. എന്താ പറയുക ഒരുപാട് ഗിമിക്കുകളോ അല്ലെങ്കിൽ ഒരുപാട് മാസ് സീനുകളോ നായകൻ്റെ ഹീറോയിസം എടുത്ത് കാണിക്കുന്ന സീനുകളോ ഒന്നും ഈ ഒരു സിനിമയ്ക്കില്ല. അതൊന്നും ഈ ഒരു സിനിമയ്ക്ക് ആവശ്യപ്പെടുന്നില്ല. ഇത് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കേസ് കോടതിയിൽ വരുന്നു, കോടതിയിലെ ഒരാളുടെ വാദം വരുന്നു, ജസ്റ്റ് ഹിയറിങ്, അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ ഒരു നോർമൽ രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ കഥാഗതി വളരെ വളരെ സ്ലോലി പേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. എങ്കിൽ തന്നെയും നമുക്ക് എന്താ പറയുക നമുക്കൊരു ചില സ്ഥലത്ത് നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ ജീത്തു ജോസഫ് ഇട്ടിട്ടുണ്ട്. അത് വളരെ കിടിലായിട്ടുണ്ട്. എന്താ പറയുക നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞാണ് ഒരുപാട് സസ്പെൻസും ഒരുപാട് ട്വിസ്റ്റുകളും ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന്. ട്വിസ്റ്റുകളും സസ്പെൻസും ഒന്നും അല്ലെങ്കിൽ തന്നെയും ചില കോർട്ട് റൂമിലെ ചില സംഭവങ്ങൾ അടിപൊളി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചില സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡയറക്ടോറിയൽ സ്റ്റൈല് നമ്മുടെ ദൃശ്യം 2വിന്റെ ക്ലൈമാക്സിലൊക്കെ വരുന്ന പോലെയുള്ള ചില സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചെറിയ രീതിയിൽ, അത്രത്തോളം ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ചില സാധനങ്ങളൊക്കെ ജീത്തു ജോസഫ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ പ്രേക്ഷകന് നൽകുന്ന ഒരു ഇമ്പാക്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് കണ്ണ് നനയാതെ ഈ ഒരു സിനിമ കണ്ടു തീർക്കാനാവില്ല. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. പല ആളുകളും പല സീനുകളിലും ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ, ഞാൻ തൊടുപുഴ ആശീർവാദിലാണ് സിനിമ കണ്ടത്, അവിടെ പല ആളുകളും കൈയടിക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ സീനുകളൊക്കെ വരുമ്പോൾ ആളുകൾ നല്ല രീതിയിലുള്ള ക്ലാപ്പ് ഉണ്ടായിരുന്നു. എന്താ പറയുക നമ്മളോടത് സംവദിക്കുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സീനുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഈ അടുത്ത കാലത്ത് കണ്ട പല സംഭവങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ ഒരു സിനിമയിലൂടെ നമ്മളോട് സംവദിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായി അതിന് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ട് കൈയടിക്കുക എന്നുള്ളത് കുറെ നാളുകളായിട്ട് സംഭവിക്കാതിരുന്ന ഒരു കാര്യമായിരുന്നു. അത് ഈ ഒരു സിനിമയിലൂടെ സംഭവിച്ചു. അതിന് ജീത്തു ജോസഫിന് താങ്ക് യു. എനിവേ ഒരു ഓവറോൾ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 3.5. ഈ 3.5 ഞാൻ കൊടുക്കാൻ കാരണം ചില കാര്യങ്ങളിൽ എനിക്ക് ഒരു നെഗറ്റീവ് അഭിപ്രായമുണ്ട്. അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു സ്പോയിലറായി പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നില്ല. എങ്കിൽ തന്നെയും ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ ഈ ക്ലൈമാക്സിൽ നടക്കുന്ന സംഭവം കുറച്ച് നേരത്തെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ഒരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ടായി. നിങ്ങളും തിയേറ്ററിൽ പോയി തന്നെ നേരെ കാണുക. കയ്യടികൾ ഗോസ് ടു അനശ്വര രാജൻ, സിദ്ദിഖ്, ലാലേട്ടൻ. ബൈ ഫോർ നൗ. അടുത്തൊരു വീഡിയോ വേണ്ടി പിന്നെ കാണാം.